ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഇന്നത്തെ ദിവസം ഉച്ച സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ചോറും പപ്പടവും അവിയലും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് ചോറ് കൊടുത്തത് കേട്ടോ. രണ്ടുപേർക്കും അവിയൽ വലിയ ഇഷ്ടമാണ്. പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. പിന്നെ അതെല്ലാം കൂടി ചേർത്ത് ഇളക്കി രണ്ടുപേർക്കും ചോറ് നന്നായി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം രണ്ടുപേരും റെസ്റ്റിലാണ് കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെയാണ്. രണ്ടുപേരും കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റും ചാടി ഓടിയൊക്കെ ഇരിക്കും. അപ്പം ഡോറക്കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടാത്ത ദിവസമാണെങ്കിൽ ഇതുപോലെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും തലയിലൊക്കെ തൊപ്പിയൊക്കെ വെച്ച് കളിപ്പിക്കുകയാണ് കേട്ടോ. തൊപ്പി തലയിൽ വെക്കുന്ന ഇഷ്ടമേ അല്ല കേട്ടോ. അങ്ങനെ ഡോറക്കുട്ടി കുറച്ച് നേരം തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഞാനും വെച്ചൊക്കെ കൊടുത്തു കേട്ടോ. വെക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. വെച്ചാൽ നല്ല രസമാണ്, ക്യൂട്ടാണ് കാണാൻ. പക്ഷെ രണ്ടുപേരും വെക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുത്തപ്പോൾ തന്നെ രണ്ടുപേരും അതെടുത്ത് മാറ്റി കേട്ടോ. തണുപ്പത്തൊക്കെ പുറത്ത് പോകുമ്പോൾ ചെവിയിലൊക്കെ കാറ്റ് കയറാതിരിക്കാനൊക്കെ ഉള്ള ഒരു പഞ്ഞിത്തൊപ്പിയാണ് കേട്ടോ. പക്ഷെ രണ്ടുപേരും വെക്കാൻ വില്ലിങ് ആവുന്നില്ല. അത് തന്നെയാണ് കാരണം. എന്നാലും വെച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്മസ് അപ്പം പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കും. കഴുത്തിലൊക്കെ അതിൻ്റെ വള്ളിയൊക്കെ കയറി മുറിവ് വന്നതുകൊണ്ട് ഊരി അങ്ങ് വെച്ചു കേട്ടോ. എന്നാലും നല്ല രസമാണ് കേട്ടോ ആ തൊപ്പി ഇടുമ്പോൾ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുപ്പിലാണല്ലോ വേവിക്കുന്നത്. ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വൈകുന്നേരം തേയിലവെള്ളമൊക്കെ അങ്ങനെ ഇട്ടു. അങ്ങനെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും കിട്ടിയ ഒരു മത്തങ്ങയൊക്കെ ഇവിടെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ. അങ്ങനെ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും കിഴങ്ങറിയും ഉണ്ടാകാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച ശേഷമാണ് ഞാൻ വീണ്ടും ആലോചിച്ചത്, ദൈവമേ ഗ്യാസ് ഇല്ലല്ലോ എന്ന്. എന്നാലും പോട്ടെ, ഒരു കൈ നോക്കാവുന്ന രീതി കിഴങ്ങും സവാളയും കിഴങ്ങറിക്ക് വേണ്ടിയുള്ള എല്ലാം തന്നെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ചിരണ്ടിയും അതുപോലെ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചൊക്കെ വെച്ചു കഴുകിയിട്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ, പഴമോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏത്തപ്പഴമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ കാണാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഏത്തപ്പഴമൊക്കെ ഞാൻ പുഴുങ്ങാനായിട്ട് അടുപ്പിലേക്ക് വെച്ചു. പിന്നെ കിഴങ്ങേറിക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റിലേക്കാണ് എങ്കിൽ കൂടി നേരത്തെ തന്നെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിഞ്ഞ് വെച്ച ശേഷം അപ്പോഴേക്കും തേയിലവെള്ളം എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പഴമെല്ലാം അപ്പോഴേക്കും പുഴുങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾ അച്ഛൻ്റെ അടുത്തിരുന്ന് കുറച്ച് സമയം പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേയിലവെള്ളമൊക്കെ ഇട്ട് അച്ഛനെ കൊണ്ട് കൊടുത്തു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും മഴയൊക്കെ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ പഴമൊക്കെ പുഴുങ്ങിയത് തണുപ്പിച്ച് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ആ കുഞ്ഞു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർ അങ്ങനെ പഴം അങ്ങനെ ഒന്നും തന്നെ കഴിക്കാറില്ല. ഇങ്ങനെ ഇടവിട്ട് ആണെങ്കിൽ രണ്ടുപേരും കഴിക്കും. അങ്ങനെ രണ്ടുപേരും പഴമൊക്കെ കഴിച്ചു. കുറച്ച് സമയം അവരെ കളിക്കാനായിട്ട് വിട്ടു കേട്ടോ. പിന്നെ ഞാൻ വന്ന് ഓൾറെഡി മാവ് കുഴച്ച് കുറച്ച് സമയത്തേക്ക് അത് സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന് ചപ്പാത്തിക്ക് വേണ്ടി എല്ലാം തന്നെ പരത്തിയൊക്കെ വെച്ച് റെഡിയൊക്കെ ആക്കി. അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അതിന് മുന്നേ തന്നെ കുളിക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവരെ ഉറക്കാൻ കിടത്തിയ ശേഷമാണ് ഞാൻ പോയി കുളിച്ചത്. അവർ ഉറങ്ങുന്ന സമയത്താണ് പിന്നെ ഞാൻ കുളിച്ചിട്ടും വന്നു. പിന്നെ കിഴങ്ങേറിയൊക്കെ വെക്കാൻ അടുപ്പിലേക്ക് വെച്ചു. അപ്പോഴേക്കും രണ്ടുപേരും ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ കിഴങ്ങേറി അടുപ്പിൽ വെച്ച ശേഷം പിന്നെ ഒന്നുകൂടെയൊക്കെ പാട്ടുപാടി ഉറക്കാമെന്ന് കരുതി കുറച്ച് സമയം അവരോടൊക്കെ ഇരുന്നു. പിന്നെ രണ്ടുപേരെയും തട്ടി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഉറങ്ങിയ ശേഷം കറിയൊക്കെ അപ്പോഴേക്കും ആയി. പിന്നെ ചപ്പാത്തി കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു. കാരണം നമ്മളിപ്പോൾ കഴിക്കുന്നതിന് ഒരുപാട് നേരത്തെ മുമ്പ് ചുട്ട് വെച്ചാൻ വേണ്ടി പിന്നെ അത് തണുത്തങ്ങ് പോകും. അതുകൊണ്ട് ഇച്ചിരി നൈറ്റൊക്കെ ആവുന്നതുകൊണ്ട് അടുപ്പിച്ച് തന്നെയാണ് എല്ലാം ചുട്ടൊക്കെ വെക്കുന്നത് കേട്ടോ. കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ മുന്നേയൊക്കെ. കാരണം എല്ലാവരും കറക്റ്റ് സമയത്ത് ഓരോരുത്തരും ഓരോരോ ടൈമിലായിരിക്കുമല്ലോ കഴിക്കുന്നത്. എന്നാൽ കൂടി ഒരുപാട് നേരത്തെ അങ്ങനെ ചുട്ട് വയ്ക്കാറില്ല. അങ്ങനെ ചപ്പാത്തിയൊക്കെ കിഴങ്ങറി ആദ്യം ഉണ്ടാക്കിയ ശേഷം ചപ്പാത്തിയൊക്കെ അങ്ങനെ ചുട്ട് വെച്ചു. പിന്നെ മക്കൾക്ക് ചപ്പാത്തിയിൽ നിന്ന് തന്നെ ഇച്ചിരി കിഴങ്ങിൻ്റെ കറിയൊക്കെ കൂട്ടി ഒരു മണി നനച്ച് വായി വെച്ച് കൊടുത്തു. അവർ കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ചോറിട്ടുകൊണ്ട് വന്ന് ചോറ് അവർക്ക് കൊടുത്തു. ചോറൊക്കെ രണ്ടുപേരും കഴിച്ചു. നൈറ്റ് ചോറൊക്കെ കഴിച്ചിട്ടാണ് രണ്ടുപേരും കുറച്ച് സമയത്തേക്ക് അവരുടേതായിട്ടുള്ള കളികളും കാര്യങ്ങളുമൊക്കെയാണ്. പിന്നെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, നേരത്തേക്ക് 9:30 ആകുമ്പോൾ കിടന്നുറങ്ങുന്ന കക്ഷികളായിരുന്നു. ഇപ്പം രാത്രി 10 മണിയായാലും 11 മണിയായാലും ഇങ്ങനെ ഉണർന്ന് തന്നെ ഇരിക്കും കേട്ടോ. അതൊരു വാശി തന്നെയാണ്. രണ്ടുപേർക്കും ചോറ് കഴിക്കുന്നതിനെ കൂടുതൽ പപ്പടമാണ് ഇഷ്ടം.
ഇപ്പോൾ പപ്പടത്തിന് വേണ്ടിയാണ് വാശി പിടിക്കുന്നത്. ആദ്യം അവരെ കയ്യിൽ പപ്പടം ഇരിക്കണം, അവരത് തന്നെ സ്വന്തമായിട്ട് കഴിക്കണം, അങ്ങനെയൊക്കെ നിർബന്ധങ്ങളാണ്. അങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നത് ലേറ്റായിട്ടായിരുന്നു. ഇന്ന് ചേട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ടാത്ത ദിവസമായിരുന്നു. പിന്നെ ചേട്ടന് നല്ല വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചേട്ടൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വേണ്ടി ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് രണ്ടുപേരും സോഫയിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് അവരെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അച്ഛനൊക്കെ കാണും അടുത്ത്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി അരിയെടുപ്പിടാൻ വേണ്ടി ഒരുങ്ങി. കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അരിയെടുപ്പിടുന്നതിന് മുന്നേ തന്നെ തേയില വെള്ളമൊക്കെ ഇട്ടു ചേട്ടന് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചു. ചായ ഇട്ട ശേഷമാണ് കുറുക്ക് റെഡിയാക്കിയത്. പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ടത് പിന്നായിരുന്നു, കാരണം അടുപ്പ് ഒഴിവുണ്ടായിട്ട് വേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയൊക്കെ റെഡിയായിട്ട് വന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കെല്ലാം അത് റാഗിയുടെ കുറുക്കാണ് കൊടുത്തത്. പിന്നെ അടുപ്പ് കത്തി കിട്ടാനാണ് പ്രയാസം കേട്ടോ. അടുപ്പ് കത്തി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ അരിയെടുപ്പിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചു. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുറുക്കെല്ലാം അടുപ്പിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും രണ്ടുപേരും കരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറുക്ക് തണുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഉച്ചലത്തേക്ക് കറിക്ക് വേണ്ടി ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ടെല്ലാം അരിഞ്ഞു വെച്ചു. ബീട്രൂട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കുന്നത് നല്ലതാണ്, കാരണം രക്തം ഉണ്ടാകുന്ന ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം ബീട്രൂട്ടും ക്യാരറ്റ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന ബോട്ടിലും കാര്യങ്ങളും എല്ലാം ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി എപ്പോഴും വൃത്തിയാക്കി വെക്കും കേട്ടോ. പാൽ കൊടുത്താലായാലും ഇവർക്ക് ചൂടുവെള്ളം കൊടുത്താലായാലും എപ്പോഴും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കും. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുത്തി. അങ്ങനെ വലിയ നിർബന്ധമില്ലാതെ രണ്ടുപേരും കുടിച്ചു, കാരണം നല്ല വിശപ്പിലിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അധികം ഡിലേ ഒന്നും കൊടുക്കുന്നതിന് തന്നെ വരത്തില്ല. അപ്പോൾ തന്നെ രണ്ടുപേരും കുടിക്കും. കുറുക്കൊക്കെ കൊടുത്ത് കുറച്ച് നേരം കളിക്കാനൊക്കെ വിട്ട് ചൂടുവെള്ളമൊക്കെ ചൂടാക്കി രണ്ടുപേരെയും കുളിപ്പിച്ച് ഉറക്കി കിടത്തി കേട്ടോ. അവരെ ഉറക്കി കിടത്തിയ ശേഷം പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ആ പാത്രം എല്ലാം വന്ന് കഴുകി വയ്ക്കുകയും തൂത്ത് വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയും റൂമും ഹാളും എല്ലാം തന്നെ വൃത്തിയാക്കി. കാരണം നിങ്ങൾ കഴിച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടിയും അതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് ബീട്രൂട്ടും സാമ്പാറൊക്കെ കൂടെ വയ്ക്കാമെന്ന് കരുതി. ചോറ് വെന്തിട്ടില്ലായിരുന്നു, ചോറ് വേവുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ സാമ്പാറിനെല്ലാം അരിഞ്ഞ് വെച്ച ശേഷമാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത്. കുഞ്ഞുങ്ങൾ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പുളിയെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചു. ചെറുതായിട്ടാണ് അരിഞ്ഞത് കേട്ടോ സാമ്പാറിന്. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊക്കെ വെച്ചു. മൺകലത്തിലാണ് വെക്കുന്നത്. ഇത് നമ്മൾ പൊങ്കാല ഇട്ട കലമാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. അങ്ങനെ ആ മൺകലം മാറ്റി വെച്ചിരിക്കുകയാണ്. സാമ്പാർ അതിനകത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ കുടിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്കും രണ്ട് കക്ഷികൾ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഉള്ളതുകൊണ്ട് ചേട്ടൻ്റെ അടുത്തായിരുന്നു കുറച്ച് നേരം. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് രണ്ടുപേരെ എടുത്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് റൂമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ആ പെട്ടിയിലാണ് രണ്ടുപേരും കളിക്കുന്നത് കേട്ടോ. ആ പെട്ടിയിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് കളിച്ച ശേഷം ഞാനും കുറച്ച് നേരം അവരെ കൂടെ ഇരുന്നു. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് താഴേക്ക് പോകുന്ന സമയത്ത് വണ്ടി കണ്ടപ്പോൾ വണ്ടി കയറണം, പിന്നെ അതൊരു നിർബന്ധം. പിന്നെ കുറച്ച് നേരം വണ്ടി വെച്ച് ഓടിപ്പിച്ച് കളിപ്പിച്ചു കേട്ടോ. പിന്നെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ നിർബന്ധമാണ്. പിന്നെ ഞാൻ കറിയൊന്നും വെച്ച് തീർന്നിട്ടില്ലാത്തതുകൊണ്ട് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. പിന്നെ കുറേ തുണിയൊക്കെ മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് വിരിച്ചിട്ടു. പിന്നെ കഴുകാനുള്ള തുണിയെല്ലാം കൊണ്ടിടുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം രണ്ടുപേരെയും കൊണ്ട് താഴേക്ക് വന്നു. പിന്നെ ചേട്ടൻ പുറത്തൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ചേട്ടന് വേണ്ടിയിട്ടുള്ള ബെഡ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ബെഡ് റോസ്റ്റ് അച്ഛൻ കഴിക്കുന്ന സമയത്ത് അച്ഛൻ മാത്രമല്ല മക്കളും എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ബെഡ് റോസ്റ്റ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ബെഡ് റോസ്റ്റൊക്കെ രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുകയാണ്. ചേട്ടനുള്ളപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ബോഡി പെയിനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ചുറ്റും വളഞ്ഞിട്ട് പാപ്പം കഴിക്കാൻ വേണ്ടി കൂടിയിരിക്കുകയാണ് ചേട്ടൻ്റെ കൂടെ. അങ്ങനെ രണ്ടുപേരും പാപ്പമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കടയിൽ പോയപ്പോൾ തന്നെ പൂരിയും കിഴങ്ങറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് കക്ഷികളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ കൂടെ പറയുകയാണ്, അച്ഛാ ഇത് കൊള്ളാം, എന്നും ഇങ്ങനെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത്.
അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനും വെജിറ്റബിൾസ് എല്ലാം അടങ്ങിയിട്ടുള്ള സാമ്പാറും ഉച്ചയ്ക്ക് കുശാൽ.